സൈന ബാബു, കുന്നുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. കുന്നുകര പഞ്ചായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. Kundugara Grama Panchayat is one of the best panchayats in Kerala, mostly agrarian. It is also an ISO certified panchayat. As a poverty-free and livelihood panchayat, it has undertaken many model projects. കുന്നുകര ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ മികച്ച പഞ്ചായത്തുകളിൽ ഒന്നാണ്. ISO സർട്ടിഫിക്കറ്റുള്ള ഈ പഞ്ചായത്തിൽ കൂടുതലും കർഷകരാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യതയുമുള്ള പഞ്ചായത്താക്കുന്നതിൽ ആനുകാലികമായ നടപടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. MGNREGS പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിൽ കാർഷിക മേഖലയിൽ കൂടുതൽ നിലവാരം പുലർത്താൻ സാധിച്ചിട്ടുണ്ട്. ഭൂപ്രകൃതിയോടൊപ്പം കൃഷിയിടങ്ങളും ജലസ്രോതസ്സും സംരക്ഷിക്കാൻ കഴിയുന്നുണ്ട്. ഭവന നിർമ്മാണ രംഗത്ത് PMAY, IAY പദ്ധതികളിലൂടെ വീടുകൾ നിർമ്മിക്കുക വഴി ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കുന്നു. 136 ഭവനങ്ങൾ പണിതു നൽകാനും 50 വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാനും ഇതിനകം സാധിച്ചിട്ടുണ്ട്. പല നടപടിക്രമങ്ങളിലൂടെയും കാർഷിക രംഗത്ത് വലിയ കുതിച്ചുചാട്ടങ്ങൾക്ക് കഴിഞ്ഞു. എല്ലാവരുടെയും സഹകരണത്തോടും ഒത്തൊരുമയോടും കൂടി ഒത്തിരി സംരംഭക പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും കഴിഞ്ഞു. സ്വയം തൊഴിൽ രംഗത്ത് ബഹുദൂരം മുന്നേറാൻ കഴിഞ്ഞത് ഒരു പ്രധാന നാഴികക്കല്ലാണ്. കോവിഡ് കാലത്ത് നാട്ടുകാരുടെ സഹായത്തോടെ ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാനും കഴിഞ്ഞു. എല്ലാവർക്കും ഭക്ഷണം എന്ന സംസ്ഥാന സർക്കാരിന്റെ കാഴ്ചപ്പാടിൽ ജനകീയ ഹോട്ടലുകൾ പഞ്ചായത്ത് തലത്തിൽ നടത്തിപ്പോരുന്നു. 600 വ്യക്തികൾ ഈ ഹോട്ടലുകളെ ആശ്രയിക്കുന്നുണ്ട്. വിലക്കുറവിൽ നല്ല ഭക്ഷണം കൊടുക്കുക എന്നതാണ് ഈ ഹോട്ടലുകളുടെ ലക്ഷ്യം. SHJ പ്രവർത്തനങ്ങളിലൂടെ കാർഷികം, മത്സ്യബന്ധനം, പ്രൊഫഷണൽ ആർട്ട് എന്നീ മേഖലകളിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ ഉപജീവനം നേടിവരുന്നുണ്ട്. പഞ്ചായത്തിന്റെ സഹകരണത്തോടെ അങ്കണവാടികളുടെയും സ്കൂളുകളുടെയും നിലവാരം ഉയർത്താൻ കഴിഞ്ഞു. 22 അങ്കണവാടിയും 4 സ്കൂളുകളുമാണ് ഈ പഞ്ചായത്തിലുള്ളത്. സ്കൂളുകളിലെയും അങ്കണവാടികളിലെയും ഉച്ചഭക്ഷണം മുടക്കം കൂടാതെ നല്ല രീതിയിൽ നടക്കുന്നു. കാർഷികം, വ്യവസായം, കുടുംബശ്രീ, വ്യാപാരം, IT, വസ്ത്രം എന്നീ മേഖലകളിൽ കഴിവ് വികസിപ്പിക്കാനുള്ള പരിശീലനങ്ങളും നൽകി വരുന്നു. MGNREGSന്റെയും കുടുംബശ്രീയുടെയും പ്രവർത്തനങ്ങൾ പഞ്ചായത്തിലെ ജനങ്ങളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ നേരിട്ട് സ്വാധീനിക്കുകയും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുകയും ചെയ്യുന്നു. അവരെ സാമൂഹിക പ്രതിബദ്ധതയുള്ളവരാക്കാനും ഫലപ്രദമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും കഴിയുന്നു. തൊഴിൽ കാർഡുള്ള 3600 ജോലിക്കാർ MGNREGSലുണ്ട്. കഴിഞ്ഞ വർഷം 646 ജോലിക്കാർക്ക് 100 തൊഴിൽ ദിനങ്ങൾ ലഭിച്ചു. കേന്ദ്ര സർക്കാരുകളുടെ ഗ്രാന്റുകൾക്ക് പുറമെ വസ്തുനികുതി, ലൈസൻസ് ഫീ, പ്രൊഫഷണൽ ടാക്സ് തുടങ്ങിയവയാണ് പഞ്ചായത്തിന്റെ സ്വന്തമായ വരുമാനം. ഈ പഞ്ചായത്ത് എല്ലാവിധ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് ഈ വരുമാനത്തിൽ നിന്നാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ, ആരോഗ്യം, ശിശുവികസനം, വിദ്യാഭ്യാസം, വനിതാക്ഷേമം, സാമൂഹിക സുരക്ഷ എന്നീ മേഖലകളിൽ നല്ല ഭരണം കാഴ്ചവെക്കാനും കഴിഞ്ഞിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ കുന്നുകര ഗ്രാമപഞ്ചായത്തിന് മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫിയും ലഭിച്ചിട്ടുണ്ട്. കുന്നുകര ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയുടെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് കുന്നുകര ഗ്രാമപഞ്ചായത്ത്. കൃഷിയും കാർഷിക വൃത്തിയുമാണ് കുന്നുകരയുടെ അടിത്തറ. വിശാലമായ നെൽപ്പാടങ്ങളും കയറുനിരകളും നിരവധി ജലസ്രോതസ്സുകളുമുള്ള കുന്നുകര ഗ്രാമപഞ്ചായത്ത് പ്രകൃതി രമണീയമാണ്. ഉൽപാദന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യം വയ്ക്കുന്ന പഞ്ചായത്ത് കൃഷി, മണ്ണ്, ജലസംരക്ഷണം എന്നിവയ്ക്കാണ് മുൻതൂക്കം നൽകുന്നത്. ഗ്രാമപഞ്ചായത്ത്, കൃഷി വകുപ്പ്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നിവയുടെ സംയോജിതമായ ഇടപെടലുകളാണ്
കാർഷിക അടിത്തറയിൽ ഇന്നും കുന്നുകരയെ ഉറപ്പിച്ചു നിർത്തുന്നത്. പോയ കാലങ്ങളുടെ അനുഭവ സമ്പത്തും വർത്തമാനകാലത്തിന്റെ കാഴ്ചകളും കാഴ്ചപ്പാടുകളും പഞ്ചായത്തിനെ മുന്നോട്ട് നയിക്കുന്നു. ഏകദേശം 170 ഹെക്ടർ ഭൂമിയിൽ 2021-22 സാമ്പത്തിക വർഷം ഇവിടെ നെൽകൃഷി സാധ്യമായിട്ടുണ്ട്. 6 പാടശേഖര സമിതികളുടെ നിതാന്ത ജാഗ്രതയും ജനപങ്കാളിത്തവും സർക്കാരിന്റെ നിരവധി പദ്ധതികളുടെ സഫലമായ സാക്ഷാത്കാരവും ഗ്രാമപഞ്ചായത്തിന് മുതൽക്കൂട്ടാകുന്നു. നെൽകൃഷി കൂടാതെ ഏത്തവാഴ കൃഷിയിലും ജാതി കൃഷിയിലും കുന്നുകര മുൻപന്തിയിൽ തന്നെയാണ്. മാത്രമല്ല പച്ചക്കറി, കപ്പ, മഞ്ഞൾ, ഇഞ്ചി തുടങ്ങിയവയും കുന്നുകരയിൽ യഥേഷ്ടം കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. കർഷകർക്ക് ആവശ്യമായ വിത്തുകൾ, അനുബന്ധ സാമഗ്രികൾ എന്നിവ യഥാസമയം ലഭ്യമാക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന് കീഴിൽ ഒരു എക്കോ ഷോപ്പും പ്രവർത്തന നിരതമാണ്. മറ്റൊരു സവിശേഷത ആഴ്ചച്ചന്തയാണ്. കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ആഴ്ചച്ചന്ത കാർഷികോൽപ്പന്നങ്ങൾക്ക് മികച്ചൊരു വിപണിയാണ്. ഇടനിലക്കാരുടെ ഇടപെടലുകൾ ഇല്ലാതെ ഇവിടെ കർഷകർക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാം. VFPCK വിപണി, സമാന്തരമായ മറ്റു വിപണികൾ എന്നിവയും കർഷകർക്ക് തുണയാകുന്നു. പാരമ്പര്യവും നവീനവുമായ കൃഷിരീതികൾ, നാട്ടറിവുകൾ എന്നിവയിലെല്ലാം ആത്മ പോലുള്ള പദ്ധതികളിലൂടെ കർഷകർക്ക് ആവശ്യമായ പരിശീലനങ്ങൾ, ക്ലാസുകൾ എന്നിവ നടത്തുന്നതിൽ കാർഷിക മേഖല അതീവ ശ്രദ്ധ ചെലുത്തുന്നു. സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിലുള്ള പദ്ധതിയായ ഞങ്ങളും കൃഷിയിലേക്ക് എന്നിവ വഴി ഓരോ വാർഡ് തലത്തിലും നിരവധി കൃഷിക്കൂട്ടങ്ങളാണ് കാർഷിക മേഖലയിലേക്ക് ഉണർന്ന് എണീറ്റിട്ടുള്ളത്. കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കുന്നുകര കൃഷിക്കൊപ്പം കളമശ്ശേരി എന്ന ക്രിയാത്മക മുദ്രാവാക്യത്തെ ഹൃദയം കൊണ്ടാണ് സ്വീകരിച്ചത്. സഹകരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ കൃഷിക്കൂട്ടായ്മകൾക്ക് രൂപം നൽകിയും കൃഷി ആരംഭിക്കുന്നത് മുതൽ കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനം വരെയുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചും മുന്നോട്ട് തന്നെയാണ്. യഥാസമയങ്ങളിൽ വളം, വിത്ത്, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ വാർഷിക പദ്ധതിയുടെ ഭാഗമായി മികച്ച രീതിയിൽ കർഷകരിലേക്ക് എത്തുന്നു. മണ്ണ് ജല സംരക്ഷണത്തിന്റെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ പദ്ധതിയുടെ സംയോജിത പ്രവർത്തനങ്ങൾ കുന്നുകരയുടെ കാർഷിക മേഖലയ്ക്ക് ഏകിയ ഉണർവ് ചെറുതല്ല. വാർഡ് 14 വെള്ളിയാംതോട് പാർശ്വഭിത്തി കെട്ടി സംരക്ഷണം, വാർഡ് 14 ചെറിയ തേക്കാനം തോട് വൃത്തിയാക്കി കയർ ഭൂവസ്ത്രം വിരിക്കൽ, വാർഡ് 11 പെരിയാറിന്റെ തീരത്ത് മുള വച്ചു പിടിപ്പിക്കൽ, കുറ്റിയാൽ തോടിന്റെ ശുചീകരണം എന്നിങ്ങനെ എണ്ണമറ്റ പദ്ധതികൾ തൊഴിലുറപ്പ് പദ്ധതി വഴിയും കാർഷിക മേഖലയെ പിന്തുണയ്ക്കുന്നു. എറണാകുളം ജില്ലയിൽ കൃഷിയിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഗ്രാമപഞ്ചായത്തായി മാറിയ കാലത്തും കുന്നുകരയെ നിലനിർത്താൻ കഴിയുന്നത് കാർഷിക മേഖലയിലെ സമഗ്ര ഇടപെടലുകൾ ആണ് എന്ന് നിസ്സംശയം പറയാനാകും. കുന്നുകര ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതം. ആരോഗ്യമേഖലയിൽ കുന്നുകര ഗ്രാമപഞ്ചായത്തിന് അഭിമാനാർഹമായി 3 മികവുറ്റ സ്ഥാപനങ്ങളാണ് നിലവിലുള്ളത്. അതിൽ പ്രഥമഗണനീയം കുന്നുകര ഫാമിലി ഹെൽത്ത് സെന്റർ ആണ്. കേവലം ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ മാത്രമായി പ്രവർത്തിച്ചിരുന്ന ഈ സ്ഥാപനം ഫാമിലി ഹെൽത്ത് സെന്ററായി ഉയർത്തപ്പെട്ടതോടെ 2 ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ്. 200-നും 300-നും ഇടയിൽ രോഗികൾ നിത്യേന ഇവിടെ എത്തി ചികിത്സ തേടുന്നുണ്ട്. എല്ലാവിധ നവീന സജ്ജീകരണങ്ങളുമുള്ള ഈ ഹെൽത്ത് സെന്ററിന് കീഴിൽ കോവിഡ് പ്രതിരോധ ചികിത്സാ കേന്ദ്രം, വാക്സിനേഷൻ കേന്ദ്രം, പാലിയേറ്റീവ് കെയർ യൂണിറ്റ് എന്നിവയും പ്രവർത്തന നിരതമാണ്. 2 നഴ്സുമാരുടെ സേവനത്തോടുകൂടി കുന്നുകരയിലെ 100-ൽ പരം സാന്ത്വന പരിചരണം ആവശ്യമുള്ളവരെ മാസത്തിൽ ഒരിക്കൽ ഭവന സന്ദർശനം നടത്തുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ ആരോഗ്യ കേന്ദ്രത്തിന്റെ എല്ലാവിധ ആവശ്യങ്ങളും നിറവേറ്റി വരുന്നു. സബ് സെന്ററുകൾ വഴി ബോധവൽക്കരണ ക്ലാസുകൾ, വികലാംഗർക്കുള്ള ഉപകരണങ്ങൾ, പാലിയേറ്റീവ് രോഗികൾക്ക് ഉപകരണങ്ങൾ, അവശ്യ വസ്തുക്കൾ എന്നിവ വിതരണം ചെയ്യുന്നതിൽ ഈ ആരോഗ്യ കേന്ദ്രം ജാഗരൂകമാണ്. ഏകദേശം 15 മുതൽ 20 ലക്ഷം വരെ തുകയ്ക്കുള്ള മരുന്നുകൾ ഇവിടെ നിന്നും നൽകി വരുന്നു.
കുന്നുകര ആയുർവേദ ഡിസ്പെൻസറിയുടെ പ്രവർത്തന സമയം രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ്. ശരാശരി 60 മുതൽ 70 വരെ പേർ ഇവിടെ നിത്യവും പരിശോധനകൾക്കും മരുന്നിനുമായി എത്തിച്ചേരുന്നു. APL BPL ഭേദമന്യേ ഏവർക്കും ഇവിടെ ചികിത്സാ സൗകര്യം ലഭ്യമാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കിരണം പദ്ധതി, രക്തക്കുറവുള്ള സ്ത്രീകൾക്ക് അരുണിമ പദ്ധതി, 60 വയസ്സിന് മുകളിലുള്ളവർക്ക് സുഖായുഷ്യം പദ്ധതി, 60-ന് താഴെയുള്ളവർക്ക് സ്വാസ്ഥ്യം പദ്ധതി, കോവിഡ് ബാധിതർക്ക് ഭേഷജം, കോവിഡ് രോഗാനന്തരം പുനർജനി പദ്ധതി എന്നിവയെല്ലാം വഴി ചികിത്സ നടത്തി വരുന്നുണ്ട്. വാർഷിക പദ്ധതിയിൽ 7 ലക്ഷത്തിൽ പരം രൂപയുടെ മരുന്നും ആരോഗ്യവകുപ്പ് വഴി 2 ലക്ഷം രൂപയുടെ മരുന്നും ഈ ഡിസ്പെൻസറി വഴി രോഗികൾക്കായി വിതരണം ചെയ്യുന്നുണ്ട്. രോഗി സൗഹൃദപരമായി ചികിത്സ നടത്തുന്ന ഡോക്ടർമാരും സ്റ്റാഫുമാണ് കുന്നുകര ആരോഗ്യ മേഖലയുടെ ഏറ്റവും വലിയ സമ്പത്ത്. ഗ്രാമപഞ്ചായത്തിൽ നിന്നു മാത്രമല്ല, സമീപ പഞ്ചായത്തുകളിൽ നിന്നും ചികിത്സാർത്ഥം ഇവിടെ രോഗികൾ എത്തിച്ചേരുന്നു. കുന്നുകര ഗ്രാമപഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറി ആരോഗ്യരംഗത്ത് മികച്ച ഇടപെടലുകൾ സാധ്യമാക്കുന്ന ഒരു സ്ഥാപനമാണ്. ദിനംപ്രതി നിരവധി രോഗികൾക്ക് ആശ്വാസം പകരുന്നതിന് ഈ ഡിസ്പെൻസറിക്ക് ആകുന്നുണ്ട്. വയോജനങ്ങൾക്കായി കുടുംബശ്രീ തലത്തിലും ഗ്രാമപഞ്ചായത്ത് തലത്തിലും ഒട്ടേറെ കർമ്മപരിപാടികളും വയോജന സംഗമവും നടത്തിവരുന്നു. ജില്ലയിൽ തന്നെ 2 പകൽ വീടുകളുള്ള മറ്റ് ഗ്രാമപഞ്ചായത്തുകൾ ഇല്ല. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ പകൽ വീടിന്റെ പ്രവർത്തനങ്ങൾക്കായി കെയർ ടേക്കറെയും നിയമിച്ചിട്ടുണ്ട്. വയോജനങ്ങൾക്കുള്ള ഭക്ഷണം, വിശ്രമം, വിനോദോപാധികൾ എന്നിവയെല്ലാം പകൽ വീടിന്റെ ഭാഗമാണ്. ഭിന്നശേഷിക്കാർക്കുള്ള പതിവ് പ്രവർത്തനങ്ങൾക്ക് അപ്പുറം സ്കോളർഷിപ്പ്, ഉപകരണങ്ങൾ എന്നിവ കൂടാതെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന സ്നേഹദീപം ബഡ്സ് സ്കൂൾ മികച്ചൊരു മാതൃകയാണ്. കരുതലിന്റെയും കാര്യപ്രാപ്തിയുടെയും മകുടോദാഹരണമാണ് ഈ ബഡ്സ് സ്കൂൾ. 2 അധ്യാപകരും 3 അനധ്യാപകരുമുള്ള ഈ സ്ഥാപനത്തിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഉപജീവനാർത്ഥമുള്ള ചവിട്ടി നിർമ്മാണ യൂണിറ്റും പ്രവർത്തനക്ഷമമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഗ്രാന്റ്, ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പദ്ധതി വിഹിതം, ബഹു MP, MLA എന്നിവരുടെ അകമഴിഞ്ഞ സഹായഹസ്തങ്ങൾ എന്നിവയെല്ലാം കുന്നുകരയുടെ നാൾ വഴിയിലെ ദീപസ്തംഭങ്ങളാണ്. ഇവയെല്ലാം ശക്തവും ഫലപ്രദവുമായി ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്ന ഭരണസമിതിയുടെ ആർജവം ശ്ലാഘനീയവുമാണ്.